ഇടുക്കി പൂപ്പാറയിൽ വീട്ടിൽ നിന്നും 10 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 ലക്ഷം രൂപയും കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് പൂപ്പാറ സ്വദേശി ജോഷിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. വീട്ടമ്മ കുളിക്കാൻ കയറി തക്കം നോക്കിയാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കടന്ന് മോഷണം നടത്തിയത്. ജോഷിയും മറ്റു കുടുംബാംഗങ്ങളും കൃഷിയിടത്തിലേക്ക് പോയ സമയത്ത് ഭാര്യ സിനി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സിനി കുളിക്കാനായി കയറി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വീടിനുള്ളിൽ കടന്ന മോഷ്ടാവ് അലമാരകൾ പരിശോധിച്ച് കുടുംബശ്രീ വായ്പയായി ലഭിച്ച 1 ലക്ഷം രൂപയും 10 പവനോളം സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ സിനി വീടിനുള്ളിൽ അപരിചിതനെ കണ്ടതോടെ ബഹളം വെച്ചു. ഇതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ചുവന്ന വസ്ത്രം ധരിച്ച് മുഖം പൂർണ്ണമായി മൂടിയ നിലയിലായിരുന്നു മോഷ്ടാവെന്ന് സിനി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വീട്ടുകാരുടെ നീക്കങ്ങളും സമയവും കൃത്യമായി മനസ്സിലാക്കി നടത്തിയ ആസൂത്രിത മോഷണമാണെന്നാണ് നിഗമനം. കള്ളം കയറി കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ താഴെ കായെടുപ്പായിരുന്നു. കായ കൊണ്ട് വണ്ടിയെ വെക്കുന്നത് ഞാൻ, എൻ്റെ മകനുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് വർത്താനം പറഞ്ഞിരിക്കുന്നത് ഞാൻ. എൻ്റെ കൊച്ചനെ വിളിച്ച് പറഞ്ഞു, പപ്പാ പിന്നെ ഓടി വന്നു പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനോട് ഇവിടെ വഴി വന്നു, വയ്യായിരിക്കുക, കൊച്ചു വീണച്ചിരിക്കുക. ഞാൻ ഓടിച്ചപ്പോഴത്തേക്ക് ഒന്നും കാണാനില്ല. ഞാൻ പുറകെ ഓടി, ആളിനെ കാണാനില്ല. അപ്പം ഈ വഴിക്കെല്ലാം ഞങ്ങൾ പോയി, അക്കരെ വഴിക്കും പോയി, പക്ഷെ ആളിനെ കിട്ടിയില്ല. നഷ്ടപ്പെട്ടത് സ്വർണം ഒരു 10 പവൻ, 1 ലക്ഷം രൂപ അത്ര നഷ്ടപ്പെടുന്നു.